അങ്ങനെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. നമ്മളുടെ അവിടെ നമ്മളാദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ ചെയ്ത എല്ലാ ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കി. അത് ഇനി സെയിം ടെസ്റ്റ് അവിടെ തന്നെ ചെയ്തു. ഈ റിപ്പീറ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്ത ലാബ് റൂമിൽ വെച്ച് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ റിപ്പീറ്റായിട്ട് ആ സെയിം ടെസ്റ്റ് നമ്മൾ റെഫർ ചെയ്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചെയ്തു. അവിടെ ചെന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഡൈമറിൻ്റെ വാല്യൂ അങ്ങനെ എല്ലാം സെയിം തന്നെ. ഡോക്ടറിനോ നിങ്ങൾ എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്തത് നമ്മളോട് ചോദിക്കാം. നമുക്കറിയാമോ ഈ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ചെസ്റ്റ് പെയിൻ ഒന്നുമില്ല, എനിക്ക് ജസ്റ്റ് ഒരു മൂക്കടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവം പറയാണ്, നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാതെ നമുക്കെപ്പോഴും കംഫോർട്ടായിട്ട് ഇരിക്കുന്നിടത്തോട്ട് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മളെപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഇപ്പോൾ 1 hour യാത്ര ചെയ്ത് നിന്ന് ഇപ്പോൾ പോകേണ്ട വന്നു ബെറ്ററായിട്ടുള്ള ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ തന്നെ നേരത്തെ ചൂസ് ചെയ്താൽ മതി എന്ന് ഞങ്ങൾക്ക് ആ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഗൈനക്കിനെ കാണണം, പിന്നെ എന്താ കാർഡിയോളജിനെ കാണണം, ഫിസിഷ്യനെ കാണണം. പിറ്റേ ദിവസം നമ്മൾ ഇവരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളന്ന് അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം തന്നെ അവിടെ നിന്നും ഡിസ്ചാർജ് ആയി. അപ്പോഴും ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം 9 months സ്റ്റാർട്ടിങ് ആയിരുന്നു, വീക്ക് വൈസ് കാര്യങ്ങൾ. കാരണം ഡെലിവറി അടുത്ത ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളപ്പോഴും ചെയ്യുന്നില്ല, വേറെ ഹോസ്പിറ്റൽ നോക്കാം, എന്താ കാര്യം എന്ന് അറിയണല്ലോ. ഒരു ദിവസം വന്ന് നമ്മൾ പെട്ടെന്ന് അഡ്മിറ്റായി, അങ്ങനത്തെ ഒരു കേസ് ആയിരുന്നല്ലോ. അപ്പോൾ വേറെ ഹോസ്പിറ്റൽ നോക്കാമെന്ന രീതിയിലാണ് ഞങ്ങൾ ഇരുന്നത്. കാരണം നമ്മൾ നോർമലി സ്കാൻ ചെയ്യുന്നിടത്ത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറെ ഹോസ്പിറ്റൽ കണ്ടു. അവിടുത്തെ ഡോക്ടർ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് തന്ന് അപ്പോൾ ഈ ഡീലൈമറിൻ്റെ കേസെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറും അവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർഡിയോളജി ഡെയിലി ഇല്ല, വീക്ക്ലി വൺസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ കാർഡിയോളജിനെ കാണാനും ബുക്ക് ചെയ്തു, സ്കാനിങ്ങിനുള്ള 9th month സ്കാനിങ്ങിനുള്ളതും ബുക്ക് ചെയ്തു. 3ാമത്തെ ഹോസ്പിറ്റൽ ഡെലിവറി ഫിക്സ് ചെയ്യാന്നുള്ള രീതിയിലെല്ലാം ഫിക്സ് ആക്കി വീട്ടിലൊക്കെ വന്ന് സ്കാനിങ്ങിന് പോകാനൊക്കെ തയ്യാറായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു 3-4 ദിവസം ഗ്യാപ്പുണ്ട്. ഈ ആഴ്ച വന്നെങ്കിൽ അടുത്ത ആഴ്ചയാണ് നമുക്ക് സ്കാനിങ്ങിൻ്റെ ഡേറ്റും കാർഡിയോളജിനെ കാണാനുള്ള ഡേറ്റും ഒക്കെ എടുത്തിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ ആഴ്ച നമ്മൾ October 31 ദീപാവലി, പിന്നെ November 1 ഒരു ആദ്യ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ അന്ന് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ഏകദേശം 4 മണി. ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്കായപ്പോൾ പോയതാണ്. പക്ഷെ അന്ന് എനിക്ക് എന്തോ ചെറിയ വയ്യാഴികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ ഈ പനിയുടെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അമ്മയും പറയുന്നുണ്ട് ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ അമ്മയുടെ കൂടെ അവിടെ പോയി ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വലിയ അലച്ചിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 4 മണിയായപ്പോൾ വന്നു. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന മീൻസ് എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യം രാവിലെ തന്നെ പോകണമെന്നായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് അന്ന് എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ 5 മാസം വരെ അമ്പലത്തിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ പോയതൊന്ന് ലാസ്റ്റത്തെ അമ്പലത്തിൽ പോയതായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു 7 മാസം വരെ പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത്. പക്ഷേ ചേട്ടായി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, 5 മാസം വരെ മതി, അങ്ങനെയാണ് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റിൽ അങ്ങ് പോയിട്ട്. അപ്പോൾ അതൊരു സങ്കടമായിട്ട് എൻ്റെ മനസ്സിലും കിടപ്പുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ദൈവാനുഗ്രഹം പോലെയെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോയി ഒരു 4 മണി 4:30 ആയപ്പം വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനും അമ്മയും കൂടെ ഇതുപോലെ പള്ളിയിൽ അതുപോലെ ആയതുകൊണ്ട് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയായി വന്നപ്പോൾ തന്നെ 6 മണിയായി. അപ്പോൾ 6 മണിയായപ്പോൾ ഇവിടുന്ന് പോയി. അപ്പം ബസ്സിൽ കണ്ടക്ടർ തന്നെ പറഞ്ഞു 6:45 കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് തിരിച്ച് ബസ്സില്ല, അപ്പോൾ നേരത്തെ വരണം. കാരണം ഞാൻ ആ ഒരു പ്രഗ്നൻസി ആ ഒരു ഇതിലിരിക്കുന്നതുകൊണ്ട് ആൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആളൊന്നുമില്ല. നമ്മുടെ വീടിനടുത്ത് ഒരാൾ ഇങ്ങനെ ഇതുപോലെ തിരി എത്തിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാൻ പറ്റി അങ്ങനെ തിരിച്ച് വന്നു. തിരിച്ച് വന്നിട്ട് 9ാം ബസ്സിൽ അമ്പലത്തിലും കയറി. നേരിട്ട് അമ്പലത്തിലല്ല, അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ എനിക്ക് പോയി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ് സത്യം. എന്നിട്ട് നമ്മൾ അന്ന് പെരുമഴയെന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. എന്നിട്ട് നമ്മൾ ആ മഴയത്ത് വണ്ടി പകുതി വരെ വരത്തിലായിരുന്നു അവിടെ വന്ന്. നമ്മൾ പെരുമഴയത്ത് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ നേരത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവാം, നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക്. അപ്പോൾ ആ ഒരു വഴി ഫുള്ള് ഈ മഴയത്ത് ഞാനും അമ്മയും കൂടെ രാത്രി ഒരു 7:45 ആയപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ്, അമ്മയ്ക്കും പനിയായിരുന്നു കേട്ടോ, അമ്മയ്ക്കും പനിയായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയതാണ്. 15 മിനിറ്റ് അമ്മയ്ക്ക് വയ്യാതെ ഇരുന്നിട്ട് 15 മിനിറ്റ് 7:45 ആയപ്പോൾ വന്നു. ഒരു 15 മിനിറ്റ് 8 മണി ആ ഒരു ടൈം കൊണ്ട് അമ്മ ഫുഡൊക്കെ ഇതാക്കി കഴിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് അമ്മ ഫുഡൊക്കെ ചൂടാക്കി വെച്ചിട്ട് അമ്മ പോയി കിടന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വന്ന് എന്നും നോർമലി കിടക്കുന്ന പോലെ കിടന്നു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് വയറിനൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ലേബർ പെയിൻ ആണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു ഇത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ടെൻഡൻസി ആയിട്ടാണ് പെയിൻ വന്നത്. ഞാൻ ജസ്റ്റ് ടോയ്ലറ്റിൽ പോകാൻ ആ ടെൻഡൻസി കൊണ്ട് അങ്ങനെ പോയി. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും കുറച്ച് വന്ന് കിടന്ന് കുറച്ച് വീണ്ടും ഈ പെയിൻ.
അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനാണ് അപ്പോഴും എന്നെ അത് ശ്രദ്ധിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ അറിയില്ല ഇത് പ്രഗ്നൻസി അല്ലെ ലേബർ പെയിൻ ആണ് ഞാൻ അറിയത്തില്ലായിരുന്നു. അപ്പം നോക്കിയപ്പം ബ്ലീഡിങ് കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ, അല്ലെ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ ചേട്ടായും പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ കിടന്ന് അമ്മ പനിയായിട്ട് ഇപ്പോൾ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പോയി കിടന്നാണ് ഫുഡ് പോലും കഴിക്കാത്തത്. ഇത് എൻ്റെ ബഹളം ഒച്ചയും കേട്ടപ്പോഴത്തേക്ക് അമ്മ എങ്ങനെ ചാടി എണീറ്റ് വന്നെന്ന് പോലും അറിയില്ല. നിപ്പിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പാടെ കുറച്ച് വെള്ളമുണ്ട് മാത്രം കീറി വെച്ചിട്ടുണ്ടായിരുന്നു ഭാവിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു സാധനം പാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്തു ഒന്നും നമുക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു നിയോഗമെന്ന് കരുതുന്നു. ഇന്ന് പാക്ക് ചെയ്യാം നാളെ പാക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നു. പക്ഷേ നമ്മളോട് പറഞ്ഞതിൽ ഒരു 2.5 ആഴ്ച മുന്നെയാണ് ബേബി ഉണ്ടായത്. പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്കാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാമായിരുന്നു ഇന്ന ദിവസത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്. കാരണം 9th മന്ത് സ്കാനിങ്ങിലാണല്ലോ എന്നത്തേക്ക് ആ ഡെലിവറി ഡേറ്റ് എന്ന് നമുക്കറിയാൻ പറ്റുന്നത്.